ഹായ് ഗൈസ്, എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. അതായത് കോട്ടയം സ്പെഷ്യൽ ബിറ്റൂസ് സ്റ്റൈൽ നമ്മുടെ മുളക് അരച്ച മീൻകറി. അത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 കിലോ മീൻ, ഏതെങ്കിലും നല്ല ദശക്കട്ടിയുള്ള മീൻ എടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി, അതായത് മീൻ കഴുകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. നല്ലതായിട്ട് ഉപ്പ് ഇട്ട് അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ കുടലും പണ്ടമൊക്കെ കളഞ്ഞ് അതിനെ ഉപ്പ് മിക്സ് ചെയ്ത് അതിനകത്ത് നന്നായിട്ട് കഴുകുക. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് അമ്മിക്കല്ല് കാണും. അതിൻ്റെ അമ്മിക്കല്ലിൽ ഇങ്ങനെ ഓരോ മീനും എടുത്ത് ഉരച്ചൊരച്ച് 2 സൈഡും ഉരച്ച് അതിനെ വീണ്ടും 3-4 ടൈം പച്ചവെള്ളത്തിൽ അതിനെ കഴുകി അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഇതിനെ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ അതിൻ്റെ ബ്ലഡ് വെസൽസ് കാണും. അതെല്ലാം മാറ്റി വൃത്തിയായിട്ട് മീൻ കഴുകണം. മീൻ എത്രയും വൃത്തിയായിട്ട് കഴുകുന്നോ അത്രയും ടേസ്റ്റ് കാണും. അല്ലെങ്കിൽ അത്രയും ടേസ്റ്റോടുകൂടെ നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. ഉളുമ്പ് രുചി വരും. അപ്പോൾ അങ്ങനെ വെട്ടി തേച്ച് കഴുകിയ മീൻ ഒരു 1/2 കിലോ ഉണ്ട്. പിന്നെ പുളി വെള്ളത്തിലിടണം. ഈ മീൻ വെക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ പുളി, നമ്മുടെ മീൻ പുളി, അതായത് കുടംപുളി, നമ്മൾ അത് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് അതിനകത്ത് ഇടണം. അപ്പം കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആകും. എന്നിട്ട് അതിനെ ഒന്ന് കീറുക. ഇങ്ങനെ ഒന്ന് കീറിയിട്ട് ആ ഉപ്പും വെള്ളവും കൂടെ ഈ മീൻ വെട്ടി വെച്ചിരിക്കുന്ന ആ മീനിനകത്തോട്ട് മിക്സ് ചെയ്തിടുക. മിക്സ് ചെയ്ത് അതിനെ ഒന്ന് സോക്ക് ചെയ്തിടുക. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി. മീൻ കറിക്കും ഇറച്ചിക്കറിക്കും ഒക്കെ ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടിടണം. ഒരു കൺജ്യൂസിങ് കാണിക്കരുത്, ഒരു പിശുക്കും കാണിക്കരുത്. ഓക്കെ. പിന്നെ ഈ പച്ചമുളക് ഞാൻ ചേർക്കാറില്ല. ചിലർ പച്ചമുളക് ചേർക്കും. പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ചില ആൾക്കാരത് ചേർക്കാറുണ്ട്. പിന്നെ ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം കൂടുതൽ മീനുണ്ടെങ്കിൽ കൂടുതൽ ദിവസം കേടാകാതെ പുറത്തിരിക്കണമെങ്കിൽ ഈ ചെറിയ ഉള്ളി ചേർത്താൽ അത് വളിച്ചു പോകും. അതുകൊണ്ട് ചെറിയ ഉള്ളി ഞാൻ കൂടുതൽ ദിവസം ഇരിക്കുന്ന മീനിന് ചെറിയ ഉള്ളി ചേർക്കാറില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും മീനേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ഉപയോഗിക്കാനായതുകൊണ്ട് ചെറിയ ഉള്ളി ഞാൻ ചേർക്കുന്നു. ചെറിയ ഉള്ളി ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് കൂടും. പിന്നെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾ പൊടി എടുക്കണം. മഞ്ഞൾ പൊടി മീൻ ഇത്രയേ ഉള്ളൂ. അത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നമ്മുടെ കശ്മീരി മിർച്ചി. ചിലർ കശ്മീരി മിർച്ചിയും മറ്റേ എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിക്കും. ഇതങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഒരു 2 വലിയ സ്പൂണ്. പിന്നെ നമ്മുടെ കായപ്പൊടി, LGയുടെയോ കായപ്പൊടി ചേർക്കണം. പിന്നെ കുരുമുളക് പൊടിയുണ്ട്. കുരുമുളക് പൊടി ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കാറുണ്ട്. പിന്നെ ഈ പുളിയുടെ മിച്ചം വന്ന വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ വെളിച്ചെണ്ണ, ഓക്കെ, കരിയാപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് ചട്ടി, ഇങ്ങനെ ഒരു ചട്ടി എടുക്കുക. മൺചട്ടി, വലിയ ബർണർ വെച്ചോ കേട്ടോ. അപ്പം തീ കത്തിച്ചു. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കണേ. അപ്പം അടിക്ക് പിടിക്കത്തില്ല. ഇങ്ങനെ ചുറ്റിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അടുപ്പയിൽ ചട്ടി വെച്ചു. വൃത്തിയായിട്ട് കഴുകിയ നല്ല ഉണങ്ങിയ ചട്ടി വെച്ചു. അതിനകത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ കടുകിനെ ഇടുക. ഒരു 1.5 സ്പൂൺ കടുകിട്ടോ. കടുകിട്ടു. ഇത് ചൂടായിട്ടിരിക്കുകയാണ്.
കടുകിട്ടതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യണം. കടുകൊന്ന് പൊട്ടണം, ഫ്ലട്ടർ ആകണം. അതുകൊണ്ട് അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോകും. അപ്പോൾ കടുക് നമ്മൾ ആദ്യം ഇടണം. കടുകൊന്ന് ഓയിൽ തിളയ്ക്കാറാകുമ്പോൾ ഉലുവയെ അതിനകത്ത് ഇടുക. ഉലുവ അധികം ഇടരുത്. ഉലുവ ഒരു സ്പൂൺ ഇട്ടാൽ മതി. കടുകും ഒരു സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും. അപ്പോൾ കടുകും ഉലുവയും നമ്മളിട്ടു. കടുക് ഇനിയും പൊട്ടണം. ഓക്കെ, കടുക് പൊട്ടാതിരിക്കരുത്. കടുക് പൊട്ടാതിരുന്നാൽ കഴിക്കും ചിലപ്പോൾ. അപ്പോൾ കടുക് പൊട്ടട്ടെ. അടുക്കള കുക്കിങ്ങിന് കയറുമ്പോഴേ ശ്രദ്ധിക്കേണ്ടതാണ് എക്സോസ്റ്റ് ഫാൻ ഓണാണോ എന്ന്. എക്സോസ്റ്റ് ഫാൻ ഓൺ അല്ലെങ്കിൽ ഈ പുകയെല്ലാം കൂടെ വീട് മുഴുവനാകും. പിന്നെ ഇതിങ്ങനെ മൂപ്പെത്താറായി. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്യുക. അതിൻ്റെ ഇതൊന്ന് ഓഫ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇനി നമുക്ക് പൊടിയായിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ പൊടി പെട്ടെന്ന് ഇതിനകത്തോട്ട് ഇടുക. ഓക്കെ, ഈ പൊടി എന്ന് പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾ പൊടി, കായപ്പൊടി ഞാൻ ഇച്ചിരി ഇടും. പിന്നെ നമ്മുടെ കുരുമുളക് ഒരു 1.5 സ്പൂൺ. ഓക്കെ, ഇട്ടു. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കാം. അധികം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നിടം വരെ. അപ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മളത് പൊടിയിട്ടത്. ഇനി ഓൺ ചെയ്തു. ഓക്കെ, ഓൺ ചെയ്തു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഇനി എണ്ണ തെളിയട്ടെ. മൂത്ത് ഈ പൊടിയൊന്ന് മൂക്കണം. മൂത്ത് എണ്ണ തെളിയണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. അടി പിടിക്കരുത്. ഹൈ ഫ്ലെയിമിലായിരിക്കുന്നത്. ഇതിങ്ങനെ ഇട്ടേച്ച് വേറെ പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് കരിഞ്ഞ മണം മീൻകറിക്ക് വരും. ഓക്കെ, ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ആ എണ്ണയൊന്ന് തെളിയട്ടെ കേട്ടോ. ഇത് കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്ന കണ്ടോ. എണ്ണ തെളിഞ്ഞ് വരികയാണ്. ഓക്കെ, എണ്ണ തെളിഞ്ഞ് വന്നു. ഇതിനെ ലോ ഫ്ലെയിമിലാക്കുക. ഇതിനകത്തോട്ട് നമ്മുടെ മീനും പുളി ഉപ്പൂടെ ചേർത്ത് വെച്ചേക്കുന്ന ഒഴിച്ച് അതിനെ ഒന്ന് മീന്, പുളി, ഉപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി അധികം വെള്ളം സമുദ്രം പോലെ ഒഴിക്കരുത്. ഇത് ഓൾറെഡി ഉപ്പ് വെള്ളമാണ് കേട്ടോ. ഇനി നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇത്തിരി വെള്ളം ഒഴിക്കണം. ഒരു മീന് വേകാനായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും മീൻ വേകാനിടണം. ആദ്യം ഇതിനെ അത് കുറച്ച് മുകളിലൂടെ നന്നായിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇച്ചിരിയും കൂടെ ഒന്ന് വെള്ളം ഇരിക്കട്ടെ. ഈ കപ്പ ഈ ചക്കയൊക്കെ വേവിക്കുമ്പം ഇച്ചിരി ചാറ് വേണമല്ലോ. ഇതിനെ ഇനി പാത്രം വെച്ച് മൂടണം. അപ്പം മീൻ എപ്പോഴും മീൻകറി വെച്ച് കഴിഞ്ഞിട്ട് ഉടനെ എടുക്കരുത്. ഒരു 15 മിനിറ്റെങ്കിലും മീൻകറി ഇങ്ങനെ അടച്ചു വെക്കണം. അതായത് ചട്ടിക്കകത്താണ്. ഇപ്പോഴും കണ്ടില്ലേ തിളയ്ക്കുന്നത്. അടിയിൽ ഫ്ലെയിമില്ല, ഇത് തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ തിള മുഴുവൻ നിന്നിട്ടേ നമ്മൾ മീന് വിളമ്പാവുള്ളൂ. ഉടനെ നമ്മൾ മീന് വിളമ്പരുത്. നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലതായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ വെട്ടി തിളയ്ക്കുന്ന മീന് ഒന്ന് സിമ്മിലാക്കാം. എന്നിട്ട് ഈ മൂടി ഇങ്ങനെ ഇരുന്ന മൂടിയെ ഇങ്ങനെ ആക്കണം. ഓക്കെ, പിന്നെ ഈ സ്പൂണ് വെച്ച് ശരിക്കും ചെയ്യരുത്. നമുക്ക് ഈ ചട്ടിയെ മീൻ എപ്പോഴും ഇങ്ങനെ ലോയിലാക്കി ഈ മീന് ഇങ്ങനെ ചെയ്യാവുള്ളൂ. മീൻകറി എപ്പോഴും ഇങ്ങനെ നമ്മൾ ചെയ്യാവുള്ളൂ. സ്പൂൺ വെച്ച് ഇളക്കരുത്. അപ്പോൾ ഇതിനെ വെട്ടി തിളച്ച് ഈ ലോയിലിരുന്ന് ഇതൊന്ന് പറ്റട്ടെ. ഒന്നൊന്ന് കുറുകി ആ മീനൊക്കെ ഒന്ന് വേകട്ടെ. വെന്ത് കഴിഞ്ഞ് നമുക്ക് അതെടുക്കാൻ പറ്റും. ഓക്കെ,
അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീനിനെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ മീൻ ചട്ടിയിൽ ഇപ്പം നല്ലതായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. നോക്കിയേ. അപ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ എടുത്ത് മറ്റേ ബർണറിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ വാങ്ങുക എന്ന് പറയും. ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, മാറ്റിയിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞ് അതിനെ തുറന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക. ഓക്കെ, മീൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാവുള്ളൂ. മീൻ ഇങ്ങനെ കുത്തിയെടുക്കരുത്. അതായത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പം നമ്മുടെ തൈലൻഡ് മീൻകറി റെഡിയായി. നമുക്കൊന്ന് തുറക്കാം. നല്ലതാണോ? കളറുണ്ടോ? എണ്ണ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു കഷ്ണം എടുക്കാം. നിനക്ക് ഏത് കഷ്ണം വേണം? നമുക്ക് ഇടക്കഷ്ണം എടുക്കാം അല്ലേ? അല്ല, വാലനെടുക്കാം. വാലെടുത്തു. അപ്പം ഇതിനെ നമ്മുടെ ജിറ്റു, അതായത് എൻ്റെ സിസ്റ്ററിന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് പറയണേ. കൊള്ളാം. ഓക്കെ, കൊള്ളാം എന്നാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങളൊക്കെയും ഇത് ട്രൈ ചെയ്ത് എല്ലാവരും ഉണ്ടാക്കുക നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ. എൻ്റെ സ്റ്റൈലിലുമല്ല, കോട്ടയം സ്റ്റൈലിലുമല്ല, ഓരോരുത്തരുടെയും സ്റ്റൈലിൽ, ഓരോരുത്തരുടെയും മനോധർമ്മം പോലെ ഉണ്ടാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.